ഞാനൊരു സമരത്തിലാണ്. ഇന്നേക്ക് 12 ദിവസമാവുന്നു ഞാൻ ആ സമരം തുടങ്ങിയിട്ട്. 2 ഉദ്ദേശങ്ങളാണ് ആ സമരത്തിനുള്ളത്. 2 ആവശ്യങ്ങളാണ് എനിക്കുള്ളത്. ആദ്യം നമുക്ക് ഉദ്ദേശത്തിനെ കുറിച്ച് സംസാരിക്കാം. എൻ്റെ ഭർത്താവ് ഡോക്ടർ അലി അബ്ദുൽ ലത്തീഫ്. അദ്ദേഹം ഈ വിവാഹബന്ധം നിലനിൽക്കെ എന്നെ എൻ്റെ മകളെയും ഒരു അപഹാസ്യ കഥാപാത്രമായി സമൂഹത്തിൻ്റെ മുന്നിൽ നിർത്തിയിട്ട് വേറെ കല്യാണം കഴിച്ചിട്ടുണ്ട്. കോഴിക്കോട് നിന്നാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. ഈ ഒരു വ്യക്തിയെയും ഈ ഒരു വീഡിയോയും നിങ്ങൾക്ക് ഏറെക്കുറെ ആളുകൾക്കെങ്കിലും ഇപ്പോൾ പരിചിതമായി കാണും. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നീതിക്ക് വേണ്ടിയിട്ട് പോരാടുകയാണ് ഈ ഒരു സ്ത്രീ. ഡോക്ടർ ആയിഷ മുഹമ്മദ് ഡെന്റൽ ഡോക്ടറാണ്. 12 ദിവസത്തോളമായിട്ട് ഭർത്താവിൻ്റെ വീടിൻ്റെ മുൻപിൽ സമരത്തിലാണ്. ഈ സ്ത്രീയും 10 വയസ്സ് പ്രായമുള്ള മകളുമാണ് ഭർത്താവിൻ്റെ വീടിന് മുൻപിൽ, ഗേറ്റിന് മുൻപിൽ സമരത്തിൽ നിൽക്കുകയാണ്. തനിക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സ്ത്രീ പോരാടുന്നത്. തൻ്റെ ഭർത്താവ് താനുമായിട്ടുള്ള വിവാഹബന്ധം നിയമപരമായിട്ട് ഉപേക്ഷിക്കാതെ വേറൊരു സ്ത്രീയെ, കോഴിക്കോട് നിന്നുള്ള വേറൊരു സ്ത്രീയെ വിവാഹം കഴിച്ചിരിക്കുകയാണ്. 6 വർഷമായിട്ട് ഇവരെയോ ഇവരുടെ മകളെയോ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. നിയമപരമായിട്ട് ബന്ധം വേർപെടുത്തിയിട്ട് പോലുമില്ല. ഡോക്ടർ അലി എന്നാണ്. 2 പേർക്കും ഉയർന്ന വിദ്യാഭ്യാസമൊക്കെയാണ്. പക്ഷെ പ്രവൃത്തി ഇത്രത്തോളം അധപ്പതിച്ച ഒരു പ്രവൃത്തിയാണ് ആ മനുഷ്യൻ്റേത്. 2013 ഇവരുടെ വിവാഹം കഴിഞ്ഞത്. സ്നേഹിച്ച് വിവാഹം കഴിച്ചതാണെന്ന് പറയുന്നു. ഇവരെ 6 വർഷമായിട്ട് ഈ ഡോക്ടർ അലിയെ ഈ ആയിഷയും മകളെയും തിരിഞ്ഞു പോലും നോക്കാതെ, നിയമപരമായിട്ട് ബന്ധം ഉപേക്ഷിക്കാതെ വേറൊരു സ്ത്രീയെ കോഴിക്കോട് നിന്നും വിവാഹം കഴിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇവർ നീതിക്ക് വേണ്ടിയിട്ട് പോരാടാൻ വേണ്ടിയിട്ട് ഭർത്താവിൻ്റെ വീടിൻ്റെ ഗേറ്റിന് മുമ്പിൽ വന്ന് നിന്ന് സമരം ചെയ്യുകയാണ്. ഭർത്താവും വീട്ടുകാരും ഗേറ്റൊക്കെ പൂട്ടി ഇലക്ട്രിസിറ്റിയും അതുപോലെ തന്നെ വെള്ളവും കണക്ഷനും എല്ലാം കട്ട് ചെയ്ത് അവരാ വീട്ടിൽ നിന്നും വേറെ എവിടെയോ മാറി താമസിക്കുകയാണ്. അടുത്തുള്ള ബന്ധു വന്നിട്ട് ഈ സ്ത്രീയോട് മോശമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇവരുടെ 100 പവനോളം സ്വർണം ഇയാൾ കൈവശപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീധനമായിട്ട് 100 പവനോളം സ്വർണം ഈ സ്ത്രീക്ക് വീട്ടുകാർ കൊടുത്തതാണ്. അതൊന്നും തിരികെ നൽകിയിട്ടില്ല. ഇവർക്ക് വേണ്ടുന്ന ആ ഒരു അംഗീകാരമോ ഒന്നും അവർക്ക് ആ മകളെയോ ഈ സ്ത്രീയെയോ ഒന്നും ഭർത്താവ് നോക്കാനോ ചെലവിന് കൊടുക്കാനോ ഒന്നും കഴിയാതെ ഈ സ്ത്രീനെ മകളെയും ഉപേക്ഷിച്ചിട്ടാണ് വേറൊരു സ്ത്രീനെ വിവാഹം കഴിച്ച് കൂടത്തിൽ താമസിച്ചിരിക്കുന്നത്. നല്ല സാമ്പത്തിക ശേഷിയുള്ള ഒരു വ്യക്തിയാണ്. ഈ മുസ്ലിം സമുദായത്തിൽ 4 കെട്ടാം എന്നൊക്കെയുള്ളൊരു അങ്ങനെയൊരു കാര്യം കേട്ടിട്ടുണ്ട്. എത്രത്തോളം അതിൽ സത്യമുണ്ട് എന്നറിയത്തില്ല. ഏത് മതവിഭാഗമാണെങ്കിലും ഇങ്ങനെ ഒരു സമ്പ്രദായം ഒരിക്കലും നടപ്പിലാക്കരുത്. ഭാര്യ നിലനിൽക്കെ ആ ഭാര്യയുടെ സമ്മതവും ഒന്നുമില്ലാതെ, ഭാര്യയുടെ സമ്മതം ഉണ്ടെങ്കിൽ പോലും ആ ഭാര്യ എത്രത്തോളം ഒരു മനസ്സോടെയായിരിക്കും ഭർത്താവിനെ വേറൊരു വിവാഹത്തിന് കഴിക്കാൻ ഒരിക്കലും ഒരു സ്ത്രീക്കും നല്ല മനസ്സോടെ സമ്മതിക്കില്ല. ഭാര്യ നിലനിൽക്കെ വേറെ വിവാഹം കഴിക്കുന്ന പുരുഷന്മാരുണ്ട്. അവർക്ക് പറയുന്ന കേട്ടിട്ടുണ്ട്, എത്ര കിട്ടിയാലും ചെലവിന് കൊടുത്താൽ മതി എന്നുള്ളത്. പക്ഷേ ആദ്യമേ വിവാഹം കഴിച്ച ആ ഒരു സ്ത്രീയുടെ നല്ല മനസ്സോട് ആയിരിക്കുകയില്ല ഭർത്താവ് വേറൊരു വിവാഹത്തിന് എത്രയാണെന്ന് പറഞ്ഞാൽ അവർക്ക് ചെലവിന് കൊടുത്താൽ പോലും ആ ഒരു സ്ത്രീയുടെ മനസ്സ് നീറിയായിരിക്കും ആ ഒരു കാര്യത്തിന് സമ്മതിക്കുന്നത് തന്നെ. ഇയാൾക്ക് വിവാഹം ഈ സ്ത്രീയുമായിട്ട് ഒത്തുപോകാൻ പറ്റുകയില്ലെങ്കിൽ ഈ ഡോക്ടർ അലിക്ക് ഇവർക്ക് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഇവരുടെ കോമ്പൻസേഷൻ എല്ലാം കൊടുത്ത് അവരുമായിട്ടുള്ള ബാധ്യതകളൊക്കെ തീർത്ത് നിയമപരമായിട്ട് ബന്ധം വേർപിരിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ അവരുടെ മുതലും എടുത്ത് കൈകാര്യം ചെയ്തിട്ട് അവരെ ഒരു കറിവേപ്പില പോലെ, അയാൾക്ക് പിറന്ന ഒരു മകളുമുണ്ട്. ഈ സ്ത്രീ വീട്ടിൽ നിന്ന് വന്നപ്പം കൊണ്ടുവന്നതല്ല. ഇവർക്ക് 2 പേർക്കും കൂടി ഉണ്ടായ ഒരു മകളുണ്ട്. ആ മകളെ നോക്കാതെ വേറൊരു പെണ്ണിൻ്റെ സൗന്ദര്യമോ പണമോ കണ്ടപ്പോൾ ഇതിലും വലുതാണ് അവിടെ ഒന്ന് കണ്ടിട്ട് അങ്ങോട്ട് ചാടിയിരിക്കുന്ന ആ ഒരു പ്രവൃത്തിക്കെതിരെ നിയമപരമായിട്ടുള്ള നടപടികളുമായിട്ട് മുമ്പോട്ട് പോകേണ്ടത് തന്നെയാണ്. ഇപ്പോൾ വലിയ മാധ്യമങ്ങളിലൊന്നും ഈ ഒരു വാർത്ത അങ്ങോട്ട് വന്നിട്ടില്ല. ചെറിയ ചെറിയ ചാനലുകളിലൊക്കെ വന്നിട്ടുള്ളൂ. ഡോക്ടർ അലിയെ സാമ്പത്തിക ശേഷിയും അതുപോലെ തന്നെ ഉന്നത ജോലിയും ഒക്കെ ഉള്ള ഒരു മനുഷ്യനായതുകൊണ്ടാണോ, പണത്തിൻ്റെയും ആ ഒരു പ്രശസ്തിയുടെയൊക്കെ മുൻപിലാണോ ഇയാളെ നിയമം കണ്ണടച്ചിരിക്കുന്നതെന്നും അറിയാൻ സാധിക്കുന്നില്ല. കാരണം
നമ്മുടെ നാട്ടിൽ നിയമം എല്ലാവർക്കും ഒരുപോലെ വരണം. വലിയവനെന്നോ ചെറിയവനോ ഒന്നും വ്യത്യാസമില്ലാതെ നിയമം ഒരേ രീതിയിൽ തന്നെ നടപ്പിലാക്കണം. ഈ ഒരു സ്ത്രീ ആയിട്ടുള്ള ബന്ധം നിലനിൽക്കെ വേറൊരു സ്ത്രീയെ വിവാഹം കഴിച്ചിരിക്കുന്ന ഈ ഡോക്ടറുടെ അലിയുടെ പ്രവൃത്തിക്ക് നിയമപരമായിട്ട് മുമ്പോട്ട് പോവുക തന്നെ ചെയ്യണം. ഈ സ്ത്രീക്ക് നീതി കിട്ടേണ്ടതാണ്. ഈ സ്ത്രീക്കും മകൾക്കും നീതി കിട്ടേണ്ടത് തന്നെയാണ്. എന്തായാലും ആയിഷ ബീവിയുടെ കഥകൾ ആയിഷ പറയുന്നുണ്ട്. നമുക്കതൊന്ന് കേട്ടു നോക്കാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ നിങ്ങളെ ഈ ഒരു ചാനലിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ സബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് എന്തായാലും ആയിഷയുടെ കഥകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഞാൻ ചാവക്കാട് താലൂക്കിൽ എടക്കളയൂർ മഹല്ല് നിവാസിയാണ്. ഇതേ മഹലിൽ തന്നെയുള്ള അബ്ദുൽ ലത്തീഫ് ഹാജിയുടെ മകൻ ഡോക്ടർ അലി അബ്ദുൽ ലത്തീഫാണ് എന്നെ കല്യാണം കഴിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ വിവാഹബന്ധം നിലനിൽക്കെ എന്നെ അവരുടെ വീട്ടിനകത്തൊന്നും പുറത്താക്കുക, അതേപോലെ ഈ സമയത്തിൽ നിയമപരമായിട്ട് ഡിവോഴ്സ് എടുക്കാതെയും മുത്തലാഖോ അങ്ങനെയുള്ള മതപരമായ കാര്യങ്ങൾ ചെയ്യാതെയും ഈ ബന്ധം നിലനിൽക്കെ അദ്ദേഹം വേറെ കല്യാണം കഴിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അത് കഴിച്ചിരിക്കുന്നത് കോഴിക്കോട് നിന്നാണ്. ഇപ്പോൾ എനിക്കിപ്പം ഭർത്താവിൻ്റെ വീടിനകത്ത് കയറാൻ പറ്റാത്തതിൻ്റെ സാഹചര്യത്തിൽ ഞാനിപ്പോൾ കോടതിയിൽ നിന്നും ഒരു ഓർഡർ എടുത്ത് അവിടെ കയറാൻ വേണ്ടിയിട്ട് വന്ന സമയത്ത് അവർ വീട് കൂട്ടുകയും അതേപോലെ വെള്ളം കറണ്ടൊക്കെ കട്ടാക്കി പുറത്തേക്ക് പോവുകയും ചെയ്തതിൻ്റെ ആ ഒരു സാഹചര്യത്തിൽ ഒരു 10 ദിവസമായിട്ട് ഞാനിപ്പോൾ സമരത്തിലാണ് ഇവിടെ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 13 വർഷം കഴിയുന്നു. തുടക്കം മുതലേ ഈ പറഞ്ഞ സ്വത്ത് കുറവ്, സ്വർണം കുറവ് അങ്ങനെ പറഞ്ഞിട്ടും ശാരീരികമായും മാനസികമായിട്ടും എനിക്കൊരു മകളുണ്ട്. ആ മകളുള്ളപ്പോൾ തന്നെ ഒരുപാട് ഞാൻ പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. എന്നെ ഫിസിക്കലേക്ക് ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുള്ള, അബ്യൂസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഞാനൊരു ഫോട്ടോ ഷെയർ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ പല സാഹചര്യങ്ങളിലൂടെ കടന്ന് കൊറോണ കാലത്ത് എന്നെ അവിടെ വീട്ടിൽ മംഗലാപുരം ഞങ്ങളവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ വീട്ടിൽ തന്നെ പൂട്ടിയിടുകയും അത് പ്രകാരം മംഗലാപുരം പോലീസിൻ്റെ സഹായത്തോടൊക്കെ കൂടെയാണ് ഞാനിവിടെ നാട്ടിലോട്ട് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ ടോർച്ചറിങ് ആയിരുന്നു. അവർ രാത്രി വന്നിട്ട് നമ്മളെ സഹായിക്കുകയും ഇതുപോലെ രാവിലെ ഇവിടെ നിന്നും ആ കൊറോണയിൽ ലോക്ക്ഡൗണിൻ്റെ കാലത്തിൽ ബോർഡർ വന്നിട്ട് അത്രയും ബുദ്ധിമുട്ടിയിട്ടൊക്കെയാണ് ഞാൻ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. എന്ത് പറഞ്ഞിട്ടാണ് ഈ ഉപദ്രവിക്കുന്നത്? ഫാമിലിയിലുള്ള പ്രശ്നങ്ങൾ, അവരുടെ ഉപ്പാക്ക് എൻ്റെ മേലെ താല്പര്യമില്ലായ്ക, അതേപോലെ എന്നിട്ടാണ് എന്നെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നത്. 2013. അതെ, 2013 നിക്കാഹ്, 2015 റിസപ്ഷൻ. അന്ന് പ്രോപ്പർ ഫംഗ്ഷനായിട്ട് ഒരു 100 പവൻ സ്വർണ്ണം, അതേപോലെ പല തവണകളായിട്ട് കുറച്ച് കാശും ഒക്കെ അദ്ദേഹം കൈപ്പറ്റിയിട്ടുണ്ട് നമ്മുടെ അടുത്ത് നിന്ന്. ഇപ്പോൾ അതൊന്നും തിരികെ തരാതെ മകളുടെ കാര്യത്തിൽ ഒരു കാര്യവും ചെയ്യാണ്ട് നാളിതുവരെ 1 രൂപ പോലും മെയിൻ്റനൻസ് തന്നിട്ടില്ല. മോളെ ഞാൻ സ്വന്തമാണ് വളർത്തുന്നത്. അപ്പോൾ ഇതൊക്കെ തരാതെയാണ് ഇദ്ദേഹം ഈ ബന്ധം നിലനിൽക്കെ വേറെ കല്യാണം കഴിച്ചിട്ടിപ്പം ജീവിതവുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കിയത് അവിടെ ആനക്കുഴിക്കര മാണിയമ്പലം എന്ന് പറഞ്ഞിട്ട് പൂവാറ്റുപറമ്പാന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. അവിടെയുള്ള ഒരു മഹലാണ് അവരുടെ കല്യാണം നടത്തി കൊടുത്തിരിക്കുന്നത്. സാർ, എനിക്ക് അതിനൊരു സാക്ഷ്യപത്രം കിട്ടിയിട്ടുണ്ട്. എൻ്റെ മഹല് അതിന് സമ്മതം കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ ഒരു ലെറ്റർ എനിക്ക് പ്രൂഫായി തന്നിട്ടുണ്ട്. അവിടെ ചെന്നപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞത് അതവിടുത്തെ ഒരു പ്രസിഡൻറ്റ്, അദ്ദേഹത്തിൻ്റെ പേര് ജാഫർ എന്നാണ്, അദ്ദേഹത്തിൻ്റെ വ്യക്തി താല്പര്യത്തിന്മേലാണ് ഇത് നടന്നതെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇതിലിപ്പോൾ നഷ്ടക്കാരി ഞാനും എൻ്റെ മകളായി മാറിയിട്ടുണ്ട്. നമ്മൾ രണ്ടുപേരും ഒരു ബന്ധത്തിൽ സ്ത്രീകളെ മൊഴി ചൊല്ലി പറഞ്ഞു വിടുന്ന ആ ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിൽ നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഒരുപാട് സ്ത്രീകളാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. കാരണം പണ്ടൊക്കെ കുറച്ച് നാൾ വിവാഹം കഴിച്ചു, കുറച്ച് നാൾ അവരുടെ ശരീരവും സൗന്ദര്യവും എല്ലാം ആസ്വദിച്ചതിന് ശേഷം മൊഴി ചൊല്ലി തലാഖ് ചൊല്ലി അടുത്ത സ്ത്രീയെ വിവാഹം കഴിച്ച് അങ്ങനെ വേണ്ടുന്നത്രയും പുരുഷന്മാർക്ക് വിവാഹം കഴിക്കാവുന്നൊരു ഇതുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു നിയമം ഇല്ലാതെ അത് എടുത്തു കളഞ്ഞിരിക്കുകയാണ്. തലാഖ് ചൊല്ലി ഒഴിവാക്കുന്ന ആ ഒരു പരിപാടി നിർത്തലാക്കിയിരിക്കുകയാണ്. ഇത് ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. ഈ സ്ത്രീയെ വിവാഹം കഴിച്ച ആ വിവാഹം വേർപെടുത്താതെ, ആ നിയമപരമായിട്ട് വേർപെടുത്താതെയാണ് ഈ അലിയ് വേറൊരു സ്ത്രീയെ വിവാഹം കഴിച്ചിരിക്കുന്നത്. നിയമപരമായിട്ട് തന്നെ ഇവൻ്റെ പ്രവൃത്തിക്ക് എതിരെ ഈ ഒരു പ്രവൃത്തിക്ക് അനുകൂലമായിട്ട് ഒരു വിധിയും വരാൻ പാടില്ല. നിയമപരമായിട്ട് തന്നെ വിധി നടപ്പിലാക്കുക തന്നെ ചെയ്യണം. അല്ലെങ്കിൽ നാളെയും ഇതുപോലെ ആവർത്തിക്കും. പുരുഷന്മാർക്ക് ഒരു നിയമം, സ്ത്രീകൾക്ക് വേറൊരു നിയമം, അങ്ങനെ ഒരു സമ്പ്രദായം ഒരു മതത്തിലും പറഞ്ഞിട്ടില്ല. മുസ്ലിം മതത്തിൽ അങ്ങനെ ഒരു നിയമം ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ പറയുക.
കാരണം അങ്ങനെ ഒരു ജാതിയിലും ഒരു മതത്തിലും പറഞ്ഞിട്ടില്ല കുറച്ച് കഴിയുമ്പോൾ നിയമപരമായിട്ട് വേർപെടുത്താതെ എനിക്ക് വേറൊരു വിവാഹം കഴിക്കാമെന്നുള്ളൊരു സമ്പ്രദായം. പുരുഷൻ എത്ര വേണമെങ്കിലും വിവാഹം കഴിക്കാം. സ്ത്രീകൾ അടിമകളെ പോലെ വീട്ടിലെ പണിയൊക്കെ എടുത്ത് പ്രസവിച്ച് വീട്ടുജോലികളും ചെയ്തിരുന്നാൽ മതി എന്നുള്ളൊരു സമ്പ്രദായമൊന്നുമില്ല. എല്ലാവർക്കും തുല്യമായിട്ടുള്ള ഒരു നിയമമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. അല്ലാതെ പുരുഷനൊരു നിയമം, വലിയവനൊരു നിയമം, സ്ത്രീകൾക്ക് വേറൊരു നിയമം, ചെറിയവന് വേറൊരു നിയമം, അങ്ങനെ ഒരു നിയമമേ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇല്ല. എല്ലാവർക്കും ഒരുപോലെ നിയമമാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഇപ്പോൾ ഈ അലിയുടെ ഒരു പ്രവൃത്തി, ഒരു 10 വയസ്സുള്ള മകളുണ്ട്. ഈ സ്ത്രീക്ക് സൗന്ദര്യമില്ല, അല്ലെങ്കിൽ സ്ത്രീധനം കുറവാണ് എന്നതിൻ്റെയൊക്കെ പേരിലായിരുന്നു നിരന്തരമായിട്ട് ആ വീട്ടിൽ പീഡനങ്ങളായിരുന്നു. ഫിസിക്കലായിട്ടൊക്കെ ഒരുപാട് പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നു എന്നാണ് ആ സ്ത്രീ പറയുന്നത്. അത്രയധികം അവർ ആ ഒരു വീട്ടിൽ ഉണ്ടായിരുന്ന ജീവിതം വളരെയധികം കഷ്ടപ്പാടോടുകൂടി ഉണ്ടായിരുന്ന ജീവിതമായിരുന്നു എന്നാണ് പറയുന്നത്. നിറമില്ല, സൗന്ദര്യമില്ല, അല്ലെങ്കിൽ പണമില്ല, കിട്ടിയ സ്ത്രീധനം കുറവാണ് എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പോൾ കുറേ നാളുകളായിട്ട് നമ്മൾ കേൾക്കുന്ന വാർത്തയാണ്. സ്ത്രീകൾ വിവാഹം കഴിച്ചതിന് ശേഷം ഭർത്തൃ വീട്ടിൽ നിന്ന് ആത്മഹത്യ ചെയ്യുന്ന പല വാർത്തകളിലും കേൾക്കുന്നതാണ്. സ്ത്രീധനത്തിൻ്റെ പേരിലോ സൗന്ദര്യത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ജോലി ഇല്ല എന്നുള്ളതിൻ്റെ പേരിലോ ഒക്കെയാണ് സ്ത്രീകളെ ഭർത്താവിൻ്റെ വീട്ടുകാരും ഭർത്താവും നിരന്തരമായിട്ട് ഇവരെ മാനസികമായിട്ട് ഒരു തകർക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ഉണ്ടാകുന്നത്. അങ്ങനെയൊക്കെയുള്ള ആളുകളുടെ പ്രവൃത്തികൾ തക്കതായ ശിക്ഷ കൊടുക്കാത്തത് കൊണ്ടാണ് നമ്മുടെ നിയമത്തിന് ഇത്രയൊക്കെ ഉള്ളൂ ബലം. നിയമം ഇത്രയേ ഉള്ളൂ, കുറച്ച് കഴിയുമ്പോൾ അഥവാ ജയിലിലിട്ടാലും കുറച്ച് കഴിയുമ്പോൾ ഊരിപ്പോകാം എന്നുള്ളൊരു ഭാവം കൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് നിയമത്തിന് ഒരു പേടിയുമില്ലാതെ കുറ്റകൃത്യങ്ങൾ ചെയ്തു വരുന്നത്. ഇപ്പോൾ ഇവിടെയും സംഭവിച്ചിരിക്കുന്നതാണ്. ഈ ഡോക്ടർ അലി എന്ന് പറയുന്ന ആൾക്ക് നല്ല സാമ്പത്തിക ശേഷിയുണ്ട്, അതുപോലെ തന്നെ അദ്ദേഹം ഡോക്ടറാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്തും ആകാം എന്നുള്ളത്, അഥവാ തന്നെ ശിക്ഷിച്ചാലും പണം കൊടുത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ തൻ്റെ ആൾബലത്തിൻ്റെ പേരിലൊക്കെ തനിക്ക് ഈ നിയമത്തിൻ്റെ മുമ്പിൽ നിന്ന് ഊരിപ്പോകാവുന്നേ ഉള്ളൂ. നിസ്സാരമായിട്ട് നിസ്സാരമാണ് എന്ന് നമ്മുടെ നാട്ടിലെ നിയമം നിസ്സാരമാണെന്ന് കണക്കാക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കേരളത്തിൽ ഓരോ ദിവസവും ചെല്ലുന്തോറും ഓരോ കുറ്റകൃത്യങ്ങൾ കൂടിക്കൂടി വന്നുകൊണ്ടേയിരിക്കുന്നത്. ചെറിയ കുട്ടികൾ വരെയും എന്ത് ക്രിമിനൽ സ്വഭാവമുള്ള പ്രവൃത്തികളാണ് കാണിച്ചു വരുന്നത്. അപ്പോൾ ഇതൊക്കെ കടുത്ത ശിക്ഷ, സൗദിയിലൊക്കെ കാണിക്കുന്ന പോലെ കടുത്ത ശിക്ഷ നടപ്പിലാക്കിയാൽ മാത്രമേ ഇതിനൊക്കെ ഒരു പരിധി വരെയും ഇതിനൊക്കെ തടയിടാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും എനിക്ക് എന്താ വേണേലും ആകാം, ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഞാൻ സ്വതന്ത്രനായിട്ട് ഇറങ്ങിപ്പോവും, എനിക്ക് വേറെ വിവാഹം കഴിക്കാം, എനിക്ക് സുഖമായിട്ട് ജീവിക്കാം എന്നുള്ളൊരു ചിന്താഗതി കൊണ്ടാണ് ഇതുപോലുള്ള ക്രൂരകൃത്യങ്ങൾ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്നത്. അതുകൊണ്ട് ഈ ആയിഷ ബീവിക്ക് അവർക്ക് നീതി ലഭിക്കുക തന്നെ ചെയ്യണം. അതിനു വേണ്ടിയിട്ട് സപ്പോർട്ടായിട്ട് സ്ത്രീകളുടെയൊക്കെ സപ്പോർട്ട് ഈ ആയിഷ ബീവിക്ക് ഉണ്ടാകേണ്ടതാണ്. അല്ലെങ്കിൽ നാളെയും നമ്മളെപ്പോലുള്ള സ്ത്രീകൾക്ക് ഇതായിരിക്കും ഗതി വരുന്നത്. അങ്ങനെ ഒരു ഗതിയും ഒരു സ്ത്രീക്കും വരാൻ പാടില്ല. നിയമപരമായിട്ട് ബന്ധം വേർപിടിക്കാതെ തൻ്റെ മുതലുകൾ മുഴുവനും ഇവൻ കൈവശപ്പെടുത്തി അനുഭവിച്ചിട്ട് തന്നെ കറിവേപ്പില പോലെ പുറത്തു തള്ളിയിട്ട് വേറൊരു സ്ത്രീയുടെ പണവും സൗന്ദര്യവും കണ്ടിട്ട് മക്കളെ പോലും ഉപേക്ഷിച്ച് വേറൊരു ആളുടെ കൂടത്തിൽ പോയി വിവാഹം കഴിക്കുന്ന അങ്ങനെയുള്ള പുരുഷന്മാരുടെ പ്രവൃത്തിയെ ഒട്ടും ന്യായീകരിക്കാൻ പാടില്ല. അവർക്ക് തക്കതായ ശിക്ഷ കിട്ടുകയും ചെയ്യണം. അതുപോലെ തന്നെ ഈ ആയിഷ ബീവി, ഡോക്ടർ ആയിഷ മുഹമ്മദിന് അവർക്ക് നീതി ലഭിക്കുകയും ചെയ്യണം. അവർ നീതി ലഭിക്കാൻ വേണ്ടിയിട്ട് ഇനി അവർക്ക് എന്തെങ്കിലും സംഭവിച്ച് അവർ 12 ദിവസമായിട്ട് ഭർത്താവിൻ്റെ വീടിൻ്റെ ഗേറ്റിൻ്റെ മുമ്പിൽ സമരം ചെയ്യുകയാണ്. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം വന്നിട്ട് അവർക്ക് നീതി ലഭിച്ചില്ല എന്നും പറഞ്ഞുകൊണ്ട് കിടന്ന് ഘോരം പ്രസംഗിച്ചിട്ടോ മീഡിയകളിൽ വന്ന് ന്യൂസ് വന്നിട്ടോ കാര്യമില്ല. ഇപ്പോൾ അവരുടെ കാര്യങ്ങൾ, അവരുടെ കഥകൾ അവർ പറയുന്നുണ്ട്. അവർക്ക് നീതി കിട്ടേണ്ടതാണ്. ഇപ്പോൾ അവരുടെ ഒപ്പം സപ്പോർട്ടായിട്ട് മാധ്യമങ്ങളും അതുപോലെ തന്നെ ജനങ്ങളും അവർക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുകയും ചെയ്യണം. കോടതി അനുകൂലമായിട്ടുള്ള ഒരു വിധി ഈ ഡോക്ടർ ആയിഷയ്ക്ക് മകൾക്കും കിട്ടേണ്ടതുമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ചാനൽ ലൈക്ക് ചെയ്യാതെയാണ് കാണുന്ന ആളുകൾ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ സബ് ചെയ്യാതെയാണ് കാണുന്ന ആളുകളുണ്ടെങ്കിൽ അവർ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത്.